ആകാശവാണി കോഴിക്കോട്ടെ ജീവിതം ഏതാണ്ട് ഒരു ഒന്നേകാൽ വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാനിങ്ങനെ തിരുവനന്തപുരത്തേക്ക് കാലും നീട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സന്ദർഭം വന്നപ്പോൾ, അവിടുത്തെ ഒരു വേക്കൻസി വന്നപ്പോൾ ഞാനിങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുത്തു. അപ്പോൾ നമ്പ്യാർ സാറിന് എന്നെ വിടാൻ ഒട്ടും മനസ്സില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ താമസിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വല്ലപ്പോഴും ഞാൻ എൻ്റെ ഒരു ബന്ധു വീട്ടിൽ അവിടെ ചേട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഡോക്ടർ അച്യുതൻ നായരുടെ വൈഫിൻ്റെ സിസ്റ്ററാണ് എൻ്റെ ചേട്ടൻ കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ ഞാൻ പോയി ഇടയ്ക്ക് ചില ആഴ്ചകളിൽ പോയി അവിടെ ഒരു ഹോംലി ഫുഡ് കഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒറ്റയ്ക്കുള്ള താമസവും ഈ ഫുഡ് ഒക്കെ ഒന്നും അടുത്തപ്പോൾ ആണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്നൊരു പരിഗണിച്ചത്. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരം ആകാശവാണിയിലേക്ക് ഞാൻ 86 കാലഘട്ടത്തിൽ എത്തുകയും അവിടെ എൻ്റെ ഏറ്റവും ഒരു ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള പീരീഡായിരുന്നു. തുടക്കം കോഴിക്കോടാണെങ്കിലും പിന്നീടുള്ള ഔദ്യോഗിക ജീവിതത്തിൽ വളരെ പ്രമുഖരായിട്ടുള്ള അന്നത്തെ കമ്പോസേഴ്സായിട്ടുള്ള, പക്ഷേ എനിക്ക് അവിടെ കിട്ടിയത് മ്യൂസിക് ഇതല്ല, അവിടെ ചെറിയ യുവവാണി, അതൊക്കെ അവിടെ വേറെ വലിയ സ്റ്റാൾവാർട്സ് ഉള്ളതുകൊണ്ട് ഞാനൊരു പയ്യനുമായതുകൊണ്ട് എന്നെ ശരിക്ക് മ്യൂസിക് അന്ന് തന്നില്ല. അപ്പം കാരണം മ്യൂസിക്കിൽ ആരൊക്കെയാണ് വളരെ പ്രഗത്ഭരായ എം ജി രാധാകൃഷ്ണൻ, പെരുമ്പാവൂർ രവീന്ദ്രനാഥ്, KP ഉദയഭാനു, അതുപോലെ എത്ര പ്രഗത്ഭരായ വീണ ആർട്ടിസ്റ്റ്, KS ഗോപാലകൃഷ്ണൻ പുല്ലാങ്കുഴൽ, ഇങ്ങനെയുള്ള പ്രഗത്ഭരാണ് അവിടെ ഉള്ളത്. ശശികുമാർ സാറ്, നമ്മുടെ കവി S രമേശൻ നായർ അവിടെ ട്രാൻസ്ലേറ്റർ വേറൊരു പോസ്റ്റിലാണ് അദ്ദേഹം. നമ്മുടെ ശ്രീകണ്ഠൻ നായർ, ശ്രീകണ്ഠൻ നായർ, എൻ്റെ സുഹൃത്തുക്കളായ RC ഗോപാലും വിമലസേനൊക്കെ അവിടെ പിന്നീടെത്തി. അപ്പോൾ ഇതൊരു വലിയ രസകരമായ ഒരു പീരീഡായിരുന്നു ആ ആകാശവാണി കാലഘട്ടം എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനെ മുരഞ്ഞ് നമ്മൾ ഫയലും നോക്കി ഈ ആർട്ടിസ്റ്റിൻ്റെ കാര്യവും ഒക്കെ നോക്കി ഇരിക്കുന്ന സമയത്ത് പിന്നീട് എനിക്ക് ലൈറ്റ് മ്യൂസിക് കിട്ടി ഒരു വർഷത്തിന് ശേഷം, യുവാണിയൊക്കെ നോക്കിയതിന് ശേഷം. ആ സമയത്ത് ഈ മ്യൂസിക് കിട്ടിയ സമയത്ത് വളരെ തിരക്കുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വർക്കാണ്. ഇത്രയും ആർട്ടിസ്റ്റ് ഉണ്ട്, അനവധി കാഷ്വൽ മ്യൂസിക് ആർട്ടിസ്റ്റ് ഉണ്ട്, വളരെ പ്രഗത്ഭരായ. അന്ന് നമ്മുടെ കല്ലറ ഗോവൻ ഉണ്ട്, അതുപോലെ ഇടവ ബഷീർ തുടങ്ങിയ പ്രഗത്ഭരായ ഒത്തിരി പേരുണ്ടായിരുന്നു. ആകാശവാണിയിൽ ഒരു ഗ്രേഡിങ് സമ്പ്രദായമുണ്ട്. അതായത് നമുക്ക് തുടക്കം എന്ന് പറയുന്നത് B ഗ്രേഡ്. ആ B ഗ്രേഡ് നമുക്ക് ലോക്കൽ ഒരു കമ്മിറ്റിക്ക് തീരുമാനിക്കാവുന്ന ഒന്നാണ്. B ഹൈ എന്ന് പറയുന്ന അടുത്ത ഗ്രേഡ് നമ്മൾ പാട്ടുകാരനോ പാട്ടുകാരിയോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റെക്കോർഡിംഗ് എടുത്ത് നമ്മൾ ഡൽഹിക്ക് അയക്കും. അവിടെ നിന്നാണ് ഈ B ഹൈ ഗ്രേഡ് അപ്രൂവൽ പറയുന്നത്. B ഹൈ മുതൽ A ഗ്രേഡ് ആയാലും എല്ലാം അങ്ങോട്ടേക്കാണ് നമ്മൾ റെക്കോർഡിംഗ് അയക്കുക. നമുക്കതിന് പവറില്ല. അപ്പോൾ അടുത്ത് ടോപ്പ് ഗ്രേഡുണ്ട്. അത് നമ്മുടെ ബാലമുരളി സാറൊക്കെ ക്ലാസിക്കലിൽ ടോപ്പ് ഗ്രേഡായിരുന്നു. അങ്ങനെയുള്ള ബാലമുരളി ഇപ്പോൾ ആ പ്രഗത്ഭമതികളൊക്കെ ടോപ്പ് ഗ്രേഡാണ്. അങ്ങനെയുള്ള ഗ്രേഡിങ് സമ്പ്രദായമാണ്. ഇതിനൊക്കെ ഓരോ ഗ്രേഡിനും ഓരോ ഫീസാണ്. ഓരോ പ്രാവശ്യം പാടാൻ വിളിക്കുമ്പോൾ അവരുടെ ഫീസിന് അതിനായ വ്യത്യാസങ്ങളും ഉണ്ട്. അപ്പോൾ ഇത്രയും നമ്മുടെ കീഴിലുള്ള ആർട്ടിസ്റ്റിൻ്റെ അതിൻ്റെ ഡ്യൂറേഷൻ വൺസ് ഇൻ 4 monthsോ B ഗ്രേഡിന് അങ്ങനെയൊക്കെ ആണ്. A ഗ്രേഡിന് അല്ല B ഹൈക്കും എക്കും ഒക്കെ നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി ഉണ്ട്, അവരെ വിളിക്കേണ്ട ഫ്രീക്വൻസി. അപ്പോൾ നമ്മൾ ഒരു വർഷം നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ഫണ്ടുണ്ട്. ആ ഫണ്ട് നമ്മൾ ഇങ്ങനെ ഇവരുടെ ഈ പ്രോഗ്രാം നടത്തി നമ്മളതിനെ വിനിയോഗിക്കണം, കറക്റ്റായിട്ട് വിനിയോഗിക്കണം. ഇതുകൂടാതെ ഉദയഗീതം, പ്രഭാതഗീതം ഉണ്ടല്ലോ, മോർണിംഗ് ഡിവോഷണൽ, അതും എന്നോടൊപ്പമായിരുന്നു, ആ സെക്ഷനിലായിരുന്നു. അപ്പോൾ അതിനൊക്കെ ദിവസവും രാവിലെ കൊടുക്കേണ്ട ഉദയഗീതം എന്താണ്, അതൊക്കെ നമ്മൾ ചാർട്ട് ചെയ്യണം. ഇന്നത് രാവിലെ ആ ചാർട്ട് ചെയ്ത ആ ടേപ്പ് നമ്മൾ ലൈബ്രറി നിർദ്ദേശം നൽകി ആ ടേപ്പ് നമുക്ക് ഇവിടെ ഡ്യൂട്ടറിലും എത്തി എന്ന് നമ്മൾ ബോധ്യപ്പെടണം ഓരോ ദിവസം നമ്മൾ വീട്ടിൽ പോകുമ്പം. അപ്പോൾ ഏതാണ്ട് ഒരു 8-8:30 ആകുമ്പോഴാണ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തുന്നത്. കാരണം വളരെയധികം ഉത്തരവാദിത്വം വേണ്ട ഒരു ജോലിയാണ്. ഒരു തെറ്റ് വന്നാൽ, പ്രക്ഷേപണത്തിൽ എന്തെങ്കിലും ഒരു
പിറ്റേ ദിവസം മീറ്റിങ്ങിൽ നമ്മളെ എടുത്തിട്ട് അലക്കും, അതിൻ്റെ തെറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എഴുതി കൊടുക്കുന്ന ഒരു ക്യൂ ഷീറ്റ് ഉണ്ട്. ക്യൂ ഷീറ്റ് പ്രകാരം ആണ് ഈ അനൗൺസർ അനൗൺസ് ചെയ്യുക. അതിലെന്തെങ്കിലും തെറ്റ് നമ്മൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് കുറ്റം വരും. അപ്പോൾ ഇതൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും അലേർട്ടായിരിക്കും. അപ്പം അങ്ങനെ ഒരു വർക്കഹോളിക്കും കൂടെ ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ഗ്രേഡിൽ പൊതുവേ നമുക്ക് അവിടെ പ്രൊമോഷൻ സാധ്യതകളൊക്കെ കുറവാണ്. പക്ഷേ ഞാൻ അതൊന്നും നോക്കാറില്ല. നമ്മൾ ഈ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ ആകാശവാണി തിരുവനന്തപുരത്ത് വെച്ച് കുറേ വർഷം വർക്ക് ചെയ്തു. അതിനിടയ്ക്കാണ് ഒരു വീണ് കിട്ടുന്ന ഒരു നിധി പോലെ നമ്മുടെ കീഴിലുള്ള ആരെങ്കിലും കാഷ്വൽ ഒരു പ്രൊഡ്യൂസേഴ്സ് വരും, അല്ലെങ്കിൽ ആകാശവാണിയിലുള്ള പ്രൊഡക്ഷൻ അസിസ്റ്റൻസ്, അതായത് ഓരോ പ്രൊഡ്യൂസർ അവിടെ ഉണ്ട്. ആ പ്രൊഡ്യൂസർക്ക് ഒരു പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റ് കാണും. അപ്പോൾ ആ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റ് ഒരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ, ഇപ്പോൾ ഒരു ഫീച്ചർ കുഞ്ഞിരാമൻ നായരെ പറ്റിയുള്ളൊരു ഫീച്ചറാണെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ജി ശങ്കരക്കുറുപ്പിനെ പറ്റിയുള്ളൊരു ഫീച്ചർ, അവരവിടെയൊക്കെ ഓരോ ദിവസങ്ങൾ വരുമല്ലോ, ചരമ ദിനമൊക്കെ, അതിനവർ ഫീച്ചർ ഉണ്ടാക്കി അതിൽ ഉൾപ്പെടുത്താനുള്ള കവിതകൾ ഇതും കൊണ്ട് ഒരു സ്ക്രിപ്റ്റും കൊണ്ട് വരും, എൻ്റെ അടുത്ത് വരും. ഞാൻ അവിടുത്തെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സിംഗർ. മറ്റുള്ള സ്റ്റാഫ് സിംഗേഴ്സൊക്കെ രാവിലെ അവരുടെ ജോലി കഴിഞ്ഞാൽ അവർ വീട്ടിൽ പോകും, ആരും കിട്ടൂല. നമ്മുടെ വലിയ വലിയ എം ജി രാധാകൃഷ്ണൻ ചേട്ടനും ഉദയഭാനു ചേട്ടനും എന്താണ് പിന്നെ രവീന്ദ്രനാഥ മേനോൻ, ഇവരൊക്കെ അവരുടെ കമ്പോസർ പണി കഴിഞ്ഞാൽ അവർ വീട്ടിൽ പോകും. പിന്നെ ഞാൻ രാത്രി വരെ അവൈലബിളുള്ള ഞാൻ ഒരു വ്യക്തിയാണ്, പാട്ടുകാരനും കൂടെ ആയതുകൊണ്ട് എനിക്കത് എങ്ങനെയെങ്കിലും ഈ ഫയൽ വർക്ക് ചെയ്യുന്ന താഴെ ഇറങ്ങി സ്റ്റുഡിയോയിൽ പോയി ഇത് പാടുക. അപ്പോൾ അവരെന്നെ കൊണ്ട് ഇത് പാടിച്ച് ഫീച്ചറിന് വേണ്ട കവിതകൾ ആ സ്ക്രിപ്റ്റിൽ കാണും. അതൊക്കെ ഞാൻ ഓരോ കവിതയും എടുത്ത് ആ സമയത്ത് തന്നെ നമ്മുടെ ഒരു ഈണത്തിൽ അപ്പം ചൊല്ലുന്ന ഒരു രീതിയുണ്ട്. അത് ഈ ഒരു രീതിയാണ് എന്നെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് എന്ത് കൈ കിട്ടിയാലും, കവിതയായാലും ഒരു പാട്ടായാലും അതിന് ഈണം കൊടുക്കാനായിട്ടുള്ള ഒരു ബോധം ഉണ്ടാവാൻ സഹായിച്ചത് ഈ ശീലമാണ്. ആകാശവാണിയിൽ ഏറ്റവും നമ്മൾ എന്താ പറയുക, വളരെ സ്റ്റാൾവാർട്സുമായിട്ടുള്ളൊരു അവരെ കാണാൻ സാധിക്കുക എന്നതൊരു വലിയ കാര്യമാണ്. കാരണം ആകാശവാണിയിൽ പ്രത്യേകിച്ച് ക്ലാസിക്കൽ മ്യൂസിഷ്യൻസ് വളരെ വളരെ പ്രഗത്ഭരായ, ഇപ്പോൾ ബാലമുരളി സാറോ അല്ലെങ്കിൽ അന്ന് അക്കാലത്ത് വരുന്ന ശമാൻകുടി ഭാഗവതരോ ഒക്കെ ഈ നവരാത്രി കാലത്ത് വരുമായിരുന്നു. അപ്പോൾ അതല്ലാതെ മറ്റു ഫെസ്റ്റിവൽസ് വന്നാൽ പോലും ആകാശവാണിയിൽ വിളിച്ചുകൊണ്ട് വരിക എന്നുള്ളൊരു നമ്മുടെ സ്റ്റേഷൻ്റെ ഒരു പ്രസ്റ്റീജിയസ് കാര്യമായിരുന്നു. സോ അവരെ നമ്മൾ ആകാശവാണിയിലേക്ക് ക്ഷണിച്ച് നമ്മളൊരു റെക്കോർഡിങ് കൊടുക്കുമായിരുന്നു. അപ്പോൾ അത് അന്ന് ഞാൻ ക്ലാസിക്കൽ നോക്കിയിട്ടില്ല, എങ്കിലും ഇവരെയൊക്കെ ഞാൻ കാണുമായിരുന്നു. ക്ലാസിക്കൽ സെക്ഷൻ നോക്കിയിരുന്നത് വേറൊരു ആളാണ്. ഞാൻ ലൈറ്റ് മ്യൂസിക് ആൻഡ് ഡിവോഷണൽ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ കാണുക, ഇവരുടെ കച്ചേരികൾ അവിടെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മളവിടെ പോയി ഒന്ന് കേൾക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു നമുക്കൊരു ത്രില്ലായിരുന്നു. വീണ്ടും രാമായണം കോഴിക്കോട് തുടങ്ങിയ രാമായണം ഇവിടെയും തുടർന്നു. ഒരു ദിവസത്തെ രാമായണത്തിൽ എന്നോടൊപ്പം വായിക്കാൻ അപ്പുറത്തിരിക്കുന്നത് എം ജി രാധാകൃഷ്ണൻ ചേട്ടനാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ത്രില്ല്. ചിലപ്പോൾ ഓമനക്കുട്ടി ചേച്ചിയായിരിക്കും, ചിലപ്പോൾ ബി അരുന്ധതി ആയിരിക്കും, ചിലപ്പോൾ ഭാവന രാധാകൃഷ്ണനായിരിക്കും. അപ്പോൾ ഇതൊക്കെ മാറി മാറി നമ്മൾ എത്രയോ പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വായിക്കും. ഓരോ പോർഷൻ ഞാൻ വായിക്കുമ്പോൾ അടുത്ത പോർഷൻ ചേട്ടൻ വായിക്കും, രാധാകൃഷ്ണൻ ചേട്ടൻ വായിക്കും, അല്ലെങ്കിൽ ചേച്ചി വായിക്കും. ഇങ്ങനെ ഒരു യജ്ഞം പോലെ ഓരോ വർഷവും നമ്മൾ കൊണ്ടുപോയിരുന്നു. അത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഞാൻ എന്തെങ്കിലും വായിക്കുമ്പോൾ രാധാകൃഷ്ണൻ ചേട്ടൻ ചില ചെറിയ നിർദ്ദേശങ്ങൾ പറയും. അത് നമുക്ക് ഇന്ന രാഗത്തിൽ രാഗഭാവം മാത്രം ബേസിക്കായിട്ടുള്ള കൊടുത്താൽ മതി, സാഹിത്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സംഗീതം മതി എന്നൊക്കെ പറഞ്ഞ് രാജശേഖരൻ ഇങ്ങനെ ഇടയ്ക്ക് പറയുമായിരുന്നു. ഇതൊക്കെ വലിയൊരു പാഠമാണ്. ഞാൻ ഈ നിമിഷം വരെ നമ്മളതിനെ കുറച്ചുകൂടെ വിപുലീകരിച്ച് കുറച്ചുകൂടെ സ്വതന്ത്രമായി നമ്മളിപ്പോൾ നമ്മുടെ ആദ്യം വായിച്ച ആ ഒരു പേസിൽ നിന്ന്, ആ ഒരു സ്പീഡിൽ നിന്ന് ഒരു പക്ഷേ നമ്മളിപ്പോൾ കുറച്ചുകൂടെ നിദാനമായിട്ട് സാഹിത്യം കൂടുതൽ മനസ്സിലാക്കി ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ ചൊല്ലുന്നുണ്ടായിരിക്കാം. അതിന് കാരണം ഇത്രയും വർഷമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കൊണ്ടാണ്. തിരുവനന്തപുരത്ത് ഉള്ളപ്പോൾ അവിടെ എൻ്റെ സ്റ്റേഷൻ ഡയറക്ടറായിട്ടൊരു കർണാടകയിൽ നിന്ന് ഒരു NS കൃഷ്ണമൂർത്തി, ഇത് ജെൻറ്റിൽമാൻ. കാരണം നല്ല
നല്ലൊരു പാടും, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വ്യക്തിയായിരുന്നു, വളരെ ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയായിരുന്നു, അപ്രൈറ്റ് ഓഫീസർ എന്ന് പറയാം. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഇവിടെ ഈ പറയുന്ന മ്യൂസിക് കമ്പോസേഴ്സ് എല്ലാം രാവിലെ വന്നിട്ട് അല്ലെങ്കിൽ ലേറ്റായിട്ട് വരുന്നു, അല്ലെങ്കിൽ വന്നിട്ട് ഉടനെ പോകുന്നു, അതൊന്നും നിയന്ത്രിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ഇവരെ ഇത്ര വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ഞാനെങ്ങനെ നിയന്ത്രിക്കുക? നമ്മളൊരു ഓഫീസറാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടനും മറ്റവരൊക്കെ വന്നിട്ട് വളരെ ലേറ്റായിട്ട് വരും, ഉച്ചയ്ക്ക് വരും, ചിലപ്പോൾ ഒപ്പിടും, പോകും. അപ്പോൾ ഒരിക്കൽ സ്റ്റേഷൻ ഡയറക്ടർ പറഞ്ഞ് ഇതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസം രാജശേഖരൻ താമസിച്ചു. അപ്പോൾ ഞാൻ അവിടെ റെഡിങ്ങിലിട്ടു. രാജശേഖരൻ വന്നിട്ട് ഭയങ്കര ചൂട്. അപ്പോൾ പറഞ്ഞു, നിന്നെ ഞാൻ കൊച്ചിലേ മുതൽ കാണുന്നല്ലേ, നീ എനിക്കെതിരെ ഇങ്ങനെ റെഡിങ് വരയ്ക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ചൂട്. പിന്നെ അങ്ങനെ തമാശയായിട്ട് നമ്മൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചേട്ടാ, സ്റ്റേഷൻ ഡയറക്ടർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെയൊക്കെ ഒരു ചെറിയ നിയന്ത്രണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നിവൃത്തിയില്ല, ഞാനത് ചെയ്തേ പറ്റുള്ളൂ എന്നുകൊണ്ട് ചെയ്തതാണ്, ചേട്ടൻ എന്നോട് ക്ഷമിക്ക് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു രസകരമായിട്ട് അതങ്ങ് പോയി. അത് വലിയൊരു എന്തായിരുന്നു ഒരു 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 രാജശേഖരന് ഇതൊക്കെ ഭയങ്കര ഒരു ഇതാണ്, ഭയങ്കര ഒരു ഫീൽ ചെയ്യുന്ന കാര്യമാണ് അത്. പിന്നെ എത്രയോ പാട്ടുകൾ രാജശേഖരനെ ഞാൻ പാടിയിരിക്കുന്നു അതിന് ശേഷവും ഒക്കെ. പക്ഷേ അതൊരു വലിയ സ്നേഹമുള്ളൊരു വ്യക്തിയായിരുന്നു. സംഗീതത്തിൽ ഇത്രയധികം എന്താ പറയുക, കേരളത്തിൽ ഇതിനേക്കാൾ എത്രയോ അറിയപ്പെടേണ്ട വ്യക്തിയായിരുന്നു രാജശേഖരൻ. എത്രയോ കുറച്ചേ സിനിമയിൽ സംഗീതം ചെയ്തുള്ളൂ. ക്ലാസിക്കൽ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു 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 രാഗം എന്ന് പറയുന്നത് നാട്ടക്കുറിഞ്ഞി. അതൊക്കെ വളരെ അതിലൊക്കെ ഒരു ലൈറ്റ് സോങ് ഉണ്ടാക്കാൻ, ലൈറ്റർ സാധനം ഒരു ഫിലിം സോങ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. പക്ഷേ രാജശേഖരൻ അത് അറ്റംപ്റ്റ് ചെയ്തു. എങ്ങനെയാണ്? തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗരം. ഇത് രാജശേഖരന് മാത്രമേ സാധിക്കുള്ളൂ. ചിലപ്പോൾ ഓണത്തിനോ അല്ലെങ്കിൽ വിഷുവിനോ ഒക്കെ നമ്മൾ വെളിയിൽ പരിപാടി നടത്തും, സ്റ്റേജ് പ്രോഗ്രാംസ് നടത്തുക. ഒരിക്കൽ ഞാനവിടെ ഉള്ളപ്പോഴാണ് എറണാകുളത്ത് വെച്ച് നടത്തി. ഞങ്ങളുടെ ഒരു സാധാരണ നമുക്ക് എറണാകുളം വരെ ജൂറിസ്ഡിക്ഷൻ അന്ന് ഇല്ല, പക്ഷേ ഒരു സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് എറണാകുളം വരെ ചെയ്തു. എറണാകുളത്തെ ടി ഡി എം ഹാളിലാണെന്ന് തോന്നുന്നു. അവിടെ ഒരു പരിപാടി, ലൈറ്റ് മ്യൂസിക് കൺസേർട്ട്. അന്ന് രാധിക തിലക്, കൃഷ്ണചന്ദ്രൻ ഒക്കെ ഉണ്ടായിരുന്നു. ഞാനും അതിനകത്തൊരു പാട്ട് പാടി. അപ്പോൾ ഇതൊക്കെ ഈ വെളിയിൽ പോയി നടത്തുക, റെക്കോർഡ് ചെയ്ത് ലൈറ്റ് സോങ്സൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ആകാശവാണിയിൽ അന്നൊക്കെ വർഷത്തിൽ ഒരിക്കലോ 2 പ്രാവശ്യമോ വിഷുവിനോ അല്ലെങ്കിൽ പിന്നെ ഓണത്തിനോ ഒക്കെ നമ്മൾ ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അതൊരു വലിയൊരു എക്സ്പീരിയൻസാണ്, ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാനായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. എറണാകുളത്തെ ആലാപ് സ്റ്റുഡിയോയിലാണ് ഈ പാട്ടുകളൊക്കെ അന്ന് റെക്കോർഡ് ചെയ്തത്. അത് റെക്കോർഡ് ചെയ്തിട്ട് ആ പ്രോഗ്രാം അവിടെ നമ്മൾ ലൈവായിട്ട് പാടുന്നുണ്ട്. പക്ഷേ അതല്ല നമ്മൾ പ്രക്ഷേപണം ചെയ്യാൻ ഉപയോഗിക്കുക. സ്റ്റേജിൽ പാടുന്ന സംഭവം പാട്ടല്ല ഉപയോഗിക്കുക. നമ്മൾ നേരത്തെ സ്റ്റുഡിയോയിൽ ലാബിൽ വന്ന് റെക്കോർഡ് ചെയ്തതാണ് നമ്മൾ പ്രക്ഷേപണം ചെയ്യുക. കുറച്ച് ക്വാളിറ്റിയിൽ എടുക്കാൻ പറ്റുമല്ലോ നമുക്ക്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ ഔട്ട്സൈഡ് ആകാശവാണി ചില പ്രോഗ്രാംസ് ഇപ്പോഴും നടത്താറുണ്ട്. സ്വാതിനാൾ സംഗീതോത്സവത്തിൽ സ്വാതിനാൾ കൃതികൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ 3 ദിവസം സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. അതിപ്പോഴും അത് തുടരുന്നു. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. KP ഉദയഭാനു ചേട്ടനുമായിട്ടുള്ള വളരെ രസകരമായ എന്താ പറയുക, ആകാശവാണിയിൽ വളരെ നേരം ബാക്കി ആരേക്കാളും അവിടെ ചിലവഴിക്കുന്നൊരു വ്യക്തിയാണ്. വളരെയധികം ഇൻറ്ററാക്റ്റ് ചെയ്യാറുണ്ട് അദ്ദേഹവുമായിട്ട്. അദ്ദേഹം ഈ ചിൽഡ്രൻസ് അല്ലെങ്കിൽ എന്താ പറയുക ഈ പേട്രിയോട്ടിക് സോങ്സിൻ്റെ ഒരു കാര്യം അദ്ദേഹം വെളിയിൽ ചെയ്യുമായിരുന്നു. അത് ഇവിടെ ആകാശവാണിയിൽ ചെയ്തതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് അവരെയും കൊണ്ട് ഡൽഹിയിലൊക്കെ ഉദയഭാനു ചേട്ടൻ പോകുമായിരുന്നു. ഈ പേട്രിയോട്ടിക് സോങ്സ്, പല ഭാഷകളിലുള്ള പാട്ടുകളുമൊക്കെ ആയിട്ട് ഇവരുമൊക്കെ ആയിട്ട് സഞ്ചരിക്കാറുണ്ട്. അപ്പോൾ അതേ എപ്പോഴും ഈ
നമുക്ക് എപ്പോഴും നമുക്ക് ചോദിച്ചാലൊരു എന്താണ് നമ്മൾ ചോദ്യം ഒരാളോട് നമ്മളൊരു ചാൻസ് ചോദിക്കുക, ഇന്നത് തരുമോ, ഇല്ലെങ്കിൽ പോയി കുഴപ്പമില്ല, പോയാലൊന്നുമില്ല, കിട്ടിയില്ലെങ്കിൽ ഒന്നുമില്ല, നമ്മൾ ചോദിക്കണം എന്ന് പറഞ്ഞ് ചേട്ടൻ എപ്പോഴും പറയും. ചേട്ടൻ എപ്പോഴും ഈ പലയിടത്തും നമുക്ക് ഈ ഗവൺമെൻറ്റിലൊക്കെ റിക്വസ്റ്റ് കൊടുത്ത് അദ്ദേഹം പിന്നെ ഡൽഹിയിലേക്കുള്ള കാരണം ഗവൺമെൻറ് ഇങ്ങനെ അയക്കുമല്ലോ, അപ്പോൾ അതിനെ എപ്പോഴും റിക്വസ്റ്റ് കൊടുത്ത് ചേട്ടൻ അതിങ്ങനെ പോകുമായിരുന്നു. കാരണം എപ്പോഴും യാത്ര ചെയ്യാനും നല്ല ഫുഡ് കഴിക്കാനും വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് ഷുഗറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ എറണാകുളത്തെ ഈ ലൈറ്റ് മ്യൂസിക് പ്രോഗ്രാമിന് വന്നപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ ഞാനും ചേട്ടനും എൻ്റെ വൈഫും ചേട്ടൻ്റെ വൈഫും ഒക്കെ ഞങ്ങൾ 4 പേരും ഒരു സ്ഥലത്ത് കയറി ഫുഡ് കഴിച്ചു. അപ്പോൾ അവിടെ അവസാനം ഷുഗറുള്ള ആൾ പുള്ളി പറഞ്ഞു ഒരു ജിലേബി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഷുഗറുള്ള ആൾ ജിലേബി കഴിച്ചു, പക്ഷേ ചായ കുടിച്ചു വിത്തൗട്ട് ഷുഗർ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു വളരെ പെക്യൂലിയർ താല്പര്യങ്ങളുള്ള കക്ഷിയാണ്. ഷുഗർ ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് എന്ന് വെച്ചാൽ നല്ല സ്വാദുള്ള ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വളരെ വളരെ സരസനാണ്. വളരെ ജോക്സൊക്കെ പറഞ്ഞ് നമ്മളോട് എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്ത് ഈ സീനിയോറിറ്റി ഒന്നും പുള്ളിയുടെ മനസ്സിലേ ഇല്ല. അത്രയധികം നമ്മളുമായിട്ട് സമനായിട്ട് ഇറങ്ങി വന്ന് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ്. അതിങ്ങനെ അദ്ദേഹം എപ്പോഴും നമ്മൾ വെളിയിറങ്ങുമ്പോഴത്തേക്കും വെഴുതക്കാട്ടിലൂടെ ഇങ്ങനെ നടന്ന് വീട്ടിലേക്ക് പോകുന്നൊരു വ്യക്തിയാണ്. കാരണം വളരെ ചിന്തിച്ച് എന്തൊക്കെയോ ആലോചിച്ച് അപ്പം അപ്പോഴൊക്കെ പാട്ടാണ് മനസ്സിൽ. പുള്ളിയുടെ നമുക്കറിയാം പഴയ വളരെ വിഷാദ ഗാനങ്ങൾ സിനിമയിൽ ധാരാളം പാടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഗ്രേറ്റ് കമ്പോസറും എന്നോടൊപ്പം ജോലി ചെയ്തിരുന്നു എന്ന് പറയുന്നതിൽ എനിക്കും അഭിമാനമുണ്ട്. ഇപ്പോഴും നമ്മളോടൊപ്പം പെരുമ്പാവൂർ സാറുണ്ട്, വയസ്സായി. അദ്ദേഹം വളരെ ഇപ്പോഴും പാടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പെരുമ്പാവൂർ സാറിനെ പോയി കാണാറുണ്ട്. അവിടെ ഈ കണ്ടതും കേട്ടതും എന്ന് പറയുന്ന ഒരു സ്കിറ്റുണ്ട്. അതായത് വളരെ പ്രസക്തമായിട്ട് കാലികമായ അന്നന്ന് പ്രസക്തിയുള്ള ചില കാര്യങ്ങൾ പെട്ടെന്ന് എഴുതി കൂട്ടി ഉണ്ടാക്കി അതിനെ ഒരു തമാശ രൂപേണ അവതരിപ്പിക്കുന്ന. അപ്പോൾ അക്കാലം നമ്മുടെ ജി ശ്രീറാം അതിനൊക്കെ ഒരു ചെയ്തിരുന്നു. അതുപോലെ ശ്രീകണ്ഠൻ നായർ, ഇവരൊക്കെ ശ്രീകണ്ഠൻ നായർ അദ്ദേഹമൊക്കെ ഈ കണ്ടതും കേട്ടതും സ്ക്രിപ്റ്റ് എഴുതാനും നാടകം രചിക്കാനും ഒക്കെ വളരെ എന്താ പറയേണ്ടത്, ഇതൊക്കെ ദിവസേന ചെയ്യണം. അപ്പോൾ അതിൻ്റെ ജോലിയുടെ ഭാഗമാണ്. നാടക വിഭാഗമായിരുന്നു അന്ന് ശ്രീകണ്ഠൻ നായർ നോക്കിയിരുന്നത്. അതൊക്കെ ദിവസേന എന്താ പറയേണ്ടത്, വൈകിട്ട് ആ സമയത്ത് റെക്കോർഡ് ചെയ്യാൻ നേരത്ത് അന്ന് ആരാണോ അവൈലബിൾ, അപ്പോൾ ടി പി രാധാമണി എന്ന് പറഞ്ഞാൽ ഏറ്റവും മുതിർന്ന വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. ടി പി രാധാമണി എന്നൊക്കെ പറഞ്ഞാൽ അത്ര മധുരമായ ശബ്ദമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കാണാനായിട്ട് ജനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പെർമിഷൻ ചോദിച്ച് ആകാശവാണി വരും. ഇവരൊക്കെ വലിയ സ്റ്റാർസായിരുന്നു അന്ന്. ഇപ്പോൾ ഗംഗാധരനാഥ് സാറിനെയൊക്കെ കണ്ടിട്ട് പോകാനായിട്ട് ഉൾപ്രദേശത്തു നിന്നൊക്കെ ഉൾനാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുവായിരുന്നു. കാരണം റേഡിയോ ആണ് അവരുടെ ചെവിയിലൂടെ കേൾക്കുന്ന ഈ എന്താ പറയുക, കണ്ടതും കേട്ടതുമായാലും നാടകങ്ങളായാലും ശരി, അതിലൂടെയൊക്കെ ഇവരുടെ ഒരു ശബ്ദം അവരുടെ മനസ്സിൽ പതിഞ്ഞുപോയി. അപ്പോൾ അവരെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ രൂപം ഒന്ന് കാണണം എന്ന ആഗ്രഹത്തോടെ ആകാശവാണി വിസിറ്റ് ചെയ്യാറുണ്ട് പലരും. തിരുവനന്തപുരത്ത് ആകാശവാണിയിൽ വന്നതിന് ശേഷമാണ് 87 സെപ്റ്റംബറിലാണ് ഞങ്ങളുടെ കല്യാണം നടക്കുന്നത്. വൈഫ് ലക്ഷ്മി. കല്യാണം നടക്കുമ്പോൾ ഫാദർലാ മരിച്ചിട്ട് ഒരു 6 മാസമായി ഉള്ളൂ. ഒരു ആക്സിഡൻറ്റിൽ പെട്ട് മരിക്കുകയായിരുന്നു. എൻ രാജേന്ദ്രൻ, അദ്ദേഹം ആർക്കൈവ്സിൻ്റെ ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് യാത്ര പോകുമ്പം കാറ് അപകടത്തിൽപ്പെട്ട് ആലപ്പുഴ അടുത്ത് വെച്ച് മരിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അത് ഞങ്ങളുടെ കല്യാണത്തിന് ഒരു 8 മാസം മുമ്പിട്ടാണ് അത് നടക്കുന്നത്. അതിനകത്ത് രസകരമായ ഒരു കാര്യം, ഈ ആലോചന ഫാദർലാ ഉള്ള സമയത്ത് നമ്മുടെ ഫിലിം ഡയറക്ടർ രാജീവ്നാഥാണ് ഈ ആലോചന കൊണ്ടുവന്നത് ഫാദർലായുടെ അടുത്ത്. രാജീവ്നാഥ് എന്ന് പറഞ്ഞത് എൻ്റെ വൈഫിൻ്റെ കസിനാണ്. അപ്പോൾ രാജീവ്നാഥ് കൊണ്ടുവന്നത് ഇപ്പോൾ ഫിലിംകാരായിരിക്കും. അച്ഛൻ്റെ പേരൊക്കെ പറഞ്ഞപ്പോൾ സിനിമാക്കാരാണ്, സിനിമയിൽ പാട്ട് എഴുതുന്നതാണ് എന്തൊക്കെയുള്ള ഒരു ധാരണ കൊണ്ട് സിനിമാക്കാർ വേണ്ട എന്നുള്ള ധാരണ കൊണ്ട് അത് മാറ്റി വെച്ചു. അതിനിടയ്ക്ക്
അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഇവിടെ ഞാൻ പിന്നീട് അറിഞ്ഞതാണ്, ആകാശവാണിയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന മുറിയിൽ കൂടെ അദ്ദേഹം ഒരു ടോക്കിന് അവിടെ വന്നതാണ്. ആർക്കൈവ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോക്കിന് അവിടെ വന്നപ്പോൾ അന്നത്തെ എൻ്റെ സ്റ്റേഷൻ ഡയറക്ടർ ഉണ്ണി സാറാണ്. അദ്ദേഹം ഫാദർ ലോ അന്വേഷിച്ചു എന്നാണ് ഞാൻ പിന്നീട് അറിഞ്ഞത്. ഇങ്ങനെ കാവാലം ശിവകുമാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞു. അത് കല്യാണാലോചന വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നാൽ ഞാൻ കാണിച്ചു തരാം, പുള്ളിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ക്യാബിനിലൂടെ കടന്നു പോയി ഇതാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് എൻ്റെ മദറിലോടും ഇത് റിപ്പോർട്ട് ചെയ്തു. പയ്യനെയൊക്കെ കൊള്ളാം, നല്ല പയ്യൻ, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ അത് നടന്നില്ല. അപ്പോൾ അച്ഛൻ പിന്നെ ഫാദർ ലോ ജീവിച്ചിരിക്കുമ്പോൾ നടന്നില്ല. പിന്നീട് മരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പിന്നെ വൈഫ് പറയുകയായിരുന്നു. മദർ ലോയും വൈഫും കൂടെ ഇങ്ങനെ പറഞ്ഞു, നേരത്തെ എന്നെ കണ്ടിരുന്നു, നല്ല പയ്യനാണെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെയുള്ള റിപ്പോർട്ട് പിന്നീട് ഞാൻ അറിഞ്ഞു. ഏതായാലും അദ്ദേഹത്തെ എനിക്ക് കാണാൻ സാധിച്ചില്ല എന്നുള്ളൊരു വലിയ ദുഃഖം. കാരണം അദ്ദേഹം വളരെ ഒരു എന്താ പറയണ്ടത്, ആർക്കൈവ്സ് എന്ന് പറയുന്നത് മാത്രമല്ല, അദ്ദേഹം ഒറേഷ്യസ് റീഡറായിരുന്നു. വലിയൊരു വിവരം ചരിത്രത്തിലും ഒക്കെയുള്ള ഹിസ്റ്ററി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷയം. അപ്പോൾ വളരെ ഒരു നല്ലൊരു വ്യക്തിയായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹവും IG അലക്സാണ്ടറും അവിടെ ഒരു കണക്ഷനുണ്ട്. IG അലക്സാണ്ടറും വളരെ ക്ലോസ് ഫ്രണ്ടായിരുന്നു. IG അലക്സാണ്ടർ ഇപ്പോൾ അടുത്തിടയ്ക്ക് മരിച്ചു. ഈ IG അലക്സാണ്ടറാണ് ഞങ്ങൾ ആലപ്പുഴ താമസിക്കുമ്പോൾ MG രാധാകൃഷ്ണൻ ചേട്ടനും ഒത്ത് വന്ന് അച്ഛനോടൊപ്പം ചിലവഴിച്ച് അവിടുന്ന് അച്ഛൻ്റെ ലളിതഗാനങ്ങളും എഴുതി മേടിച്ച് ഇടക്കാലത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ യാത്ര വീണ്ടും ഒരു കണക്ഷൻ അവിടെ IG അലക്സാണ്ടറായിട്ടും ഉണ്ട് എന്നുള്ളതാണ്, കോമൺ ഫ്രണ്ടായിട്ട്. കൈരളി TV-യിൽ രാഗോത്സവം എന്ന പരിപാടി ഏതാണ്ട് 99-2000 മുമ്പാണ് ആ പരിപാടി തുടങ്ങുന്നത്. രാഗോത്സവം എന്ന പരിപാടിക്ക് ആയിട്ട് എന്നെ ക്ഷണിക്കുകയും അതിൽ എന്നോടൊപ്പം M. ജയചന്ദ്രനാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുകയും അത് ഞങ്ങൾ ഒരുമിച്ച് അതിനെ പിന്നെ ആ ഒരു പരിപാടി കമ്പയർ ചെയ്ത് പാടി. അപ്പോൾ ഒരുമിച്ച് ആ ഉള്ള പാട്ടിലൂടെയാണ് ഞങ്ങളുടെ ഒരു സ്നേഹബന്ധത്തിൻ്റെ തുടക്കം. ഞങ്ങൾ പിന്നീടും ഇപ്പോഴും ഞങ്ങൾ വർഷത്തിൽ 1-2 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് കൺസേർട്ട് നടത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ 99 കാലഘട്ടത്തിലുള്ള രാഗോത്സവത്തിലൂടെയാണ്.